സൺസ്ക്രീൻസ് ഇപ്പോൾ പലരും സ്കിൻ കെയർ റൂട്ടീൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം എന്ന് പലർക്കും അറിയില്ല. യൂഷ്വലി നോക്കുന്ന സാധനമാണ് ഈ SPF എന്ന് പറയുന്നത്, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നുള്ളത്. പക്ഷെ അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് SPF 30 ഉണ്ട്, SPF 50 ഉള്ള സൺസ്ക്രീൻ ഉണ്ട്. നമ്മൾ വിചാരിക്കും SPF 30-നെക്കാട്ടിയും ഡബിൾ എന്താ പറയുക പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സൺസ്ക്രീനാണ് SPF 50 ഉള്ള സൺസ്ക്രീനിന്. പക്ഷേ ആക്ച്വലി SPF 30 ഉള്ള സൺസ്ക്രീൻ 97% പ്രൊട്ടക്ഷൻ നൽകുമ്പം SPF 50 ഉള്ള സൺസ്ക്രീൻ 98% പ്രൊട്ടക്ഷനാണ് നൽകുന്നത്. അതായത് ജസ്റ്റ് 1% ഡിഫറൻസ്. അപ്പം SPF മാത്രമല്ല ഒരു ക്രൈറ്റീരിയ നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്നതിൽ. നമ്മളുടെ ഇന്ത്യൻ സ്കിന്നിൽ UVA റേസിനെയും UVB റേസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം. ഈ SPF എന്ന് പറയുന്നത് UVB റേസിനുള്ള പ്രൊട്ടക്ഷൻ്റെ ഒരു കാൽക്കുലേഷൻ, ഒരു മെട്രിക്സ് മാത്രമാണ്. UVA അതിന് റേസിന് അഗെയിൻസ്റ്റുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നതിൻ്റെ റേറ്റിംഗ് PA+ എന്നുള്ളതോ അല്ലെങ്കിൽ ബൂട്ട് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യുക. അതായത് ബോത്ത് UVA ആൻഡ് UVB റേസിന് അഗെയിൻസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന സൺസ്ക്രീൻസ്. എന്നാലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ടാനിങ്ങിന് അഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ശരിക്കും കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഏറ്റവും ഹയസ്റ്റ് SPF ഉള്ള സൺസ്ക്രീൻ മാത്രം പോയി സെലക്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല.